നമ്മളെല്ലാവരും പൊതുവേ ചെയ്തെടുക്കുന്ന സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ആദ്യമേ തന്നെ കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബോഡി പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ നെക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു മടക്ക് വശത്ത് നിന്നും ഞാനിവിടെ ഒരു 2.25 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എനിക്കിവിടെ നെക്ക് വിഡ്ത്ത് 6 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ പകുതി 3 ഇഞ്ച്, അതിൽ നിന്നും ഒരു 1/4 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് കുറച്ച് 2.25 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തു. ശേഷം ആ ഒരു പോയിന്റിൽ നിന്നും താഴേക്കായിട്ട് നമുക്ക് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 4 ഇഞ്ചാണ് നെക്ക് ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത്. ശേഷം നമുക്കിതുപോലെ ഈ ഒരു ഭാഗം ഒന്ന് ബോക്സാക്കി മാറ്റി വരച്ചെടുക്കാം. ശേഷം നമുക്ക് നെക്കിന് ഏത് ഷേപ്പാണോ വേണ്ടത് അത് ഈ ഒരു ഭാഗത്തൊന്ന് വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബോക്സ് നെക്ക് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ വരച്ചെടുത്തിട്ടുള്ള ഒരു ലൈന് കണക്കായി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നെക്ക് ലെങ്ത്തും വിഡ്ത്തും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് തന്നെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിവിടെ ജസ്റ്റ് ഒരു ഡെമോ പോലെയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മളിവിടെ നെക്കിൻ്റെ ആ ഒരു ഭാഗം കറക്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം നമുക്കിത് ഓപ്പൺ ആക്കി എടുക്കുന്ന സമയത്ത് കാണാൻ കഴിയും ബോക്സ് ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി മറ്റൊരു പീസ് ഫാബ്രിക് നമുക്ക് നെക്കിൻ്റെ ആ ഒരു ഭാഗം കവർ ചെയ്തെടുക്കാൻ വേണ്ടി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മറ്റൊരു കളർ ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സെയിം കളർ ഫാബ്രിക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഞാനിവിടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് മറ്റൊരു കളർ ഫാബ്രിക് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ബോഡി പീസിൻ്റെയും ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഒരു ഫാബ്രിക് പീസിൻ്റെയും നല്ല വശങ്ങൾ അകത്തേക്ക് വരുന്ന രീതിയിൽ സെൻറ്റർ ഭാഗമൊക്കെ ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് ചുറ്റിലും പിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ പിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അളവിലൊന്നും ഒരു വ്യത്യാസവും വരില്ല കേട്ടോ. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു രീതിക്ക് നിങ്ങൾ പിൻ ചെയ്തെടുത്ത് തന്നെ ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിവിടെ ഒന്ന് പിൻ ചെയ്തെടുത്തു. ഇനി നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഷേപ്പിൻ്റെ അകം വശത്തേക്കായി ഒരു 1/4 ഇഞ്ചോളം സ്റ്റിച്ചിങ് അലവൻസ് ഇട്ട് കൊടുത്തിട്ട് ചുറ്റിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ കോർണർ ഭാഗത്ത് എത്തുന്ന സമയത്തും നീഡിൽ നമ്മൾ കുത്തി താഴ്ത്തി എടുക്കണം. എന്നിട്ട് ഫാബ്രിക് മാത്രം റൊട്ടേറ്റ് ചെയ്തിട്ട് വേണം ബാക്കി ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ എല്ലാ കോർണർ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഈ ഒരു കാര്യം പ്രത്യേകം ഓർമ്മയിൽ വെക്കുക. എപ്പോഴും പറയുന്ന കാര്യമാണ്, എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മളിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. ശേഷം നമുക്ക് നമ്മുടെ നെക്കിൻ്റെ അകംവശത്തായിട്ടുള്ള ഈ ഒരു എക്സ്ട്രാ പീസ് ഫാബ്രിക് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ ബോഡി പീസിൽ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള അതേ അളവിൽ അതേ ഷേപ്പിൽ തന്നെ നമ്മളിവിടെ ഈ ഒരു ഭാഗവും കട്ട് ചെയ്ത് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് അലവൻസിൻ്റെ പുറമേക്കായി നമുക്കൊരു 1/4 ഇഞ്ച് ഫാബ്രിക് തന്നെ ആവശ്യമുള്ളൂ കേട്ടോ. ബാക്കി ഭാഗമൊക്കെ നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ശേഷം നമുക്ക് ഇതിൻ്റെ കോർണർ ഭാഗങ്ങളിലായിട്ട് ഓരോ കട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയുള്ള സ്ക്വയർ നെക്കൊക്കെ ആവുന്ന സമയത്ത് ഈ 2 കട്ടിങ് തന്നെ ധാരാളമായിട്ട് മതിയാവും. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ മറ്റു വശങ്ങളിലും ഒന്ന് കട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു ത്രെഡ് കട്ട് ചെയ്ത് പോകാൻ പാടില്ല. ഇനി നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഭാഗത്തുള്ള ഫാബ്രിക് പീസിനെ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് അലവൻസിൻ്റെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ കറക്റ്റ് ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗങ്ങളെല്ലാം തന്നെ നന്നായി നഖം വെച്ചൊന്ന് പ്രസ് ചെയ്ത് എടുക്കണം. ശേഷം ഈ ഒരു ഫാബ്രിക് പീസിനെ ബോഡി പീസിൻ്റെ ചീത്ത വശത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയം ഇവിടെ അയൺ ചെയ്തെടുക്കുകയാണെങ്കിലും നല്ല ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ചിങ് അലവൻസിൻ്റെ എക്സ്ട്രാ വന്നിട്ടുള്ള ഫാബ്രിക് പീസിനെ നമ്മുടെ നെക്കിൻ്റെ ഭാഗത്ത് വെച്ച് കവർ ചെയ്തെടുത്തിട്ടുള്ള ഒരു ഫാബ്രിക് പീസിൻ്റെ മുകൾ വശത്തേക്ക് വരുന്ന രീതിയിൽ ഒന്ന് ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ കറക്റ്റ് ഒന്ന് നോക്കിക്കോളൂ. ബോഡി പീസിൻ്റെ ആ ഒരു ഭാഗത്തേക്കല്ല കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. നെക്കിൻ്റെ ഭാഗത്ത് വെച്ചെടുത്തിട്ടുള്ള ഒരു ഫാബ്രിക് പീസിൻ്റെ മുകൾ വശത്തേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ഒരല്പം തന്നെ സ്റ്റിച്ചിങ് അലവൻസ് കൊടുത്തിട്ടാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. നമുക്കിവിടെ ഒരു 1/4 ഇഞ്ചോളം തന്നെ വിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. തൊട്ടരികു വശത്തിലൂടെ ആണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഈ ഒരു സ്റ്റിച്ചിങ് അലവൻസിൻ്റെ എക്സ്ട്രാ ഫാബ്രിക് ഈ ഒരു ഭാഗത്തേക്ക് തന്നെ കറക്റ്റ് കിട്ടണം. ആ ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു രീതിക്ക് നമുക്ക് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനിപ്പോൾ ഏതൊരു ഷേപ്പിലുള്ള നെക്കാണെങ്കിലും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിക്കാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മുടെ നെക്കിൻ്റെ ആ ഒരു എക്സ്ട്രാ പീസ് ഫാബ്രിക്കിൻ്റെ മുകൾ വശത്തേക്കായി സ്റ്റിച്ചിങ് അലവൻസ് വരുന്ന രീതിയിൽ കണ്ടില്ലേ, ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ
നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമ്മുടെ നെക്ക് കിട്ടും. അപ്പോൾ കുട്ടികളുടെ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് നമ്മൾ നമ്മുടെ നെക്ക് കവർ ചെയ്തെടുക്കേണ്ടത്. ആ ഒരു സമയം നമുക്ക് ഈ ഒരു ഭാഗത്തിലൂടെ പ്രസ് സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ ഈ ഒരു രീതിക്ക് ചെയ്യുന്നതാണ്. റൗണ്ട് നെക്കൊക്കെ ആണെങ്കിലും ഇതേ മെത്തേഡ് തന്നെ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. കണ്ടില്ലേ, നമ്മുടെ ആ ഒരു നെക്കിനൊക്കെ നല്ല ഫിനിഷിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഭാഗത്തിലൂടെ ഒരു പ്രസ് സ്റ്റിച്ച് കൊടുത്തെടുക്കാം. അപ്പോൾ ഗൗണിനും ഫ്രോക്കിനും ഒന്നും നമ്മൾ കോമൺ ആയിട്ട് ആ ഒരു പ്രസ് സ്റ്റിച്ച് കൊടുക്കില്ല കേട്ടോ. ഈ ഒരു രീതിക്ക് തന്നെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നതാണ് എപ്പോഴും നന്നാവാട്ടോ. അപ്പോൾ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ നെക്കിൻ്റെ ആ ഒരു ഫിനിഷിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ. നിങ്ങൾ ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഒരു ഫാബ്രിക് പീസിൻ്റെ സൈഡ് വശങ്ങൾ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ലൈനിങ് ഒക്കെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ലൈനിങ് ഫാബ്രിക്കിൻ്റെ മുകൾ വശത്തേക്കായിട്ട് ഈ ഒരു പീസ് വെച്ചിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി, നല്ല ഫിനിഷിങ് കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾ ലൈനിങ് ഇല്ലാതെ ചെയ്തെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പീസ് ഫാബ്രിക്കിനെ ഒന്ന് ഹെം ചെയ്തെടുക്കുന്നതും നന്നായിരിക്കും. ഇനിയിപ്പോൾ ഈ ഒരു രീതിക്കല്ല നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് പ്രസ് സ്റ്റിച്ച് കൊടുത്തിട്ടാണ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു രീതിക്ക് നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ഫാബ്രിക് പീസിനെ പിറകുവശത്തേക്ക് പുറം തിരിച്ചെടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ കൊടുത്തിട്ടുള്ള ആ സ്റ്റിച്ചിലുണ്ടല്ലോ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. പകരം ഈ ഒരു രീതിക്ക് നമ്മുടെ നെക്കിൻ്റെ തൊട്ടരികുവശത്തിലൂടെ നമ്മുടെ നെക്കിൻ്റെ അതേ ഷേപ്പിൽ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു സ്റ്റിച്ച് മാത്രം കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ ചെയ്ത പോലെ നെക്കിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് സ്റ്റിച്ചിങ് ലെവൻസിൻ്റെ ആ ഒരു എക്സ്ട്രാ പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചുരിദാറിനും നൈറ്റിക്കൊക്കെ നമ്മൾ ഈ ഒരു രീതിക്കാണ് നമ്മുടെ നെക്ക് തയ്യാറാക്കി എടുക്കാറ്. നമ്മളെപ്പോഴും ആ ഒരു ഭാഗത്തിലൂടെ ഒരു പ്രസ് സ്റ്റിച്ച് കൊടുത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മളിതേ ഒരു ഫാബ്രിക്കിൽ തന്നെ ഇപ്പോൾ 2 ടൈപ്പിലുള്ള നെക്കാണ് കാണിച്ചിട്ടുള്ളത്. ഒന്ന് പുറമേക്ക് സ്റ്റിച്ചിങ് ലെവൻസ് കാണാത്ത രീതിയിൽ, അടുത്തതായിട്ട് നമ്മളിവിടെ പ്രസ് സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ നോർമലായിട്ടുള്ളൊരു നെക്ക് ഡിസൈനാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. ഇത് ക്യാൻവാസ് വെച്ചിട്ട് എങ്ങനെയാണ് നെക്ക് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു പീസ് ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ക്യാൻവാസിൻ്റെ തിളക്കമുള്ള വശം അകവശത്തേക്ക് വരുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ക്യാൻവാസിനെ ഒന്ന് നടുമടക്കി വിരിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു തിളക്കമുള്ള വശം എന്ന് പറയുന്നത് നമ്മുടെ ക്യാൻവാസിൽ പശയുള്ള ഭാഗമാണ് കേട്ടോ. നമ്മുടെ ഫാബ്രിക്കുമായിട്ട് ഒട്ടിച്ചെടുക്കേണ്ടത് ആ ഒരു ഭാഗമാണ്. അപ്പോൾ ക്യാൻവാസ് ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ഒന്ന് പിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ നെക്ക് വിഡ്ത്തും ലെങ്ത്തൊക്കെ ഇവിടെ മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ക്യാൻവാസിൻ്റെ മടക്ക് വശത്ത് നിന്നും വേണം നമ്മളെപ്പോഴും മാർക്ക് ചെയ്ത് തുടങ്ങാൻ. ഞാനിവിടെ നെക്ക് വിഡ്ത്ത് 6 ഇഞ്ചാണ് എടുക്കുന്നത്. അതിൻ്റെ പകുതി 3 ഇഞ്ച് കറക്റ്റ് നമുക്കിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ വീതിയിൽ എക്സ്ട്രാ സ്റ്റിച്ചിങ് ലെവൻസ് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നെക്ക് ലെങ്ത്ത് ഇത്ര നീളത്തിലാണ് വേണ്ടത്, പ്ലസ് ഒരു 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിച്ചിങ് ലെവൻസ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 5.5 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത്. പ്ലസ് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ ഷോൾഡർ ഭാഗത്തേക്കുള്ള സ്റ്റിച്ചിങ് ലെവൻസ് ആയി കൊടുത്ത് ടോട്ടൽ 6 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്ത് ഈ ഭാഗങ്ങളെല്ലാം തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ബോക്സാക്കി വരച്ചെടുക്കണം. ശേഷം നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പ് ഇവിടെ വരച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു റൗണ്ട് നെക്കാണ് വരച്ച് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമ്മളിവിടെ ഒന്ന് റൗണ്ട് നെക്കാണ് വരച്ചെടുത്തിട്ടുള്ളത്. ശേഷം നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ആ ഒരു നെക്കിൻ്റെ പുറമേക്കായി ഒരു 1/2 ഇഞ്ചോളം വീതിയിൽ അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ചോളം വീതിയിൽ നമുക്കിത് ഇതുപോലെ സെയിം ഷേപ്പിൽ പുറമേക്ക് ഒന്ന് വരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾക്ക് അളവെടുത്ത് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ വരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ബ്രിഡ്ജാണ് വരച്ചെടുക്കേണ്ടത്. അപ്പം നമ്മുടെ നെക്കിൻ്റെ വീതിയിൽ ഒട്ടും തന്നെ ഡിഫറൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ മുകൾ വശത്ത് നിന്നും ഒരു 1/2 ഇഞ്ചോളം താഴ്വശത്തേക്കായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ശേഷം ആ ഒരു ഭാഗം ഒന്ന് സ്ട്രെയിറ്റ് ലൈനാക്കി വരച്ചെടുക്കുകയും കൂടി ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ഭാഗങ്ങളെല്ലാം തന്നെ കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ബ്രിഡ്ജിൻ്റെ ഭാഗത്ത് ഈ ഒരു രീതിക്ക് വേണം കട്ട് ചെയ്തെടുക്കാൻ. നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും പിൻ ചെയ്തതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിൽ പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ പിൻ ചെയ്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മളിവിടെ നെക്കിൻ്റെ അകം വശം കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് പുറമേക്കായി വരച്ചെടുത്തിട്ടുള്ള ആ ഒരു ലൈനിൻ്റെ മുകൾ വശത്തിലൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ ഒരു ക്യാൻവാസിൻ്റെ സെൻറ്റർ ഭാഗങ്ങളിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയും കൂടി ചെയ്യാം. ശേഷം പിന്നെല്ലാം ഊരി മാറ്റി നമുക്ക് നമ്മുടെ ക്യാൻവാസ് ഒന്ന് തുറന്ന് നോക്കുന്ന സമയത്ത് അവിടെ റൗണ്ട് നെക്കിൽ കണ്ടില്ലേ
നമുക്ക് കിട്ടിയിട്ടുള്ളതായിട്ട് കാണാം. ഇനി നമ്മൾ ഈ ഒരു ക്യാൻവാസ് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി ഒരു പീസ് ഫാബ്രിക് എടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫാബ്രിക് പീസിൻ്റെ ചീത്ത വശത്തിൻ്റെ മുകൾ വശത്ത് വെച്ചിട്ട് നമ്മുടെ ക്യാൻവാസ് ഒന്ന് അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ക്യാൻവാസിൻ്റെ തിളക്കമുള്ള വശം ഫാബ്രിക്കിൻ്റെ അകം വശത്തേക്ക് വരുന്ന രീതിക്ക് വെച്ചിട്ട് വേണം അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അയൺ ചെയ്ത് എടുക്കുന്നില്ല. ഞാൻ സാധാരണ എല്ലാ വീഡിയോയിലും അയൺ ചെയ്തിട്ടാണ് കാണിക്കാറ്. ഇവിടെ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു ക്യാൻവാസിൻ്റെ മുകൾ വശത്തിലൂടെ സ്റ്റിച്ച് ചെയ്ത് തന്നെ എങ്ങനെയാണ് നമ്മൾ നെക്കിൻ്റെ ഒരു ഭാഗത്ത് വെച്ചെടുക്കേണ്ടത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ക്യാൻവാസ് ഫാബ്രിക്കിൻ്റെ മുകൾ വശത്ത് വെച്ചിട്ട് ചുറ്റിലും ഒന്ന് പിൻ ചെയ്തെടുക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ക്യാൻവാസിൻ്റെ സെൻറ്റർ ഭാഗത്തിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമ്മളിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു ക്യാൻവാസിൻ്റെ പുറമേക്കായി നിൽക്കുന്ന എക്സ്ട്രാ പീസ് ഫാബ്രിക്കിൽ നിന്നും ഒരു 1/2 ഇഞ്ചോളം സ്റ്റിച്ചിങ് അലവൻസ് ഇട്ട് കൊടുത്തിട്ട് ബാക്കി ഭാഗങ്ങളെല്ലാം തന്നെ കട്ട് ചെയ്ത് മാറ്റാണ് വേണ്ടത്. ഈ ഒരു രീതിക്ക് ബാക്കി ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ടിപ്പോൾ നമ്മൾ വിട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു എക്സ്ട്രാ ഭാഗത്തെ നമ്മുടെ ക്യാൻവാസിൻ്റെ മുകൾ വശത്തേക്ക് വരുന്ന രീതിയിൽ കറക്റ്റ് ഇതുപോലെ ഒന്ന് വച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയും കൂടി വേണം. ഇതിപ്പോൾ നിങ്ങൾ അയൺ ചെയ്തെടുക്കുകയാണെങ്കിലും ഈ ഒരു രീതിക്ക് തന്നെയാണ് ചെയ്യേണ്ടത്. അതായത് ഇതുപോലെ എക്സ്ട്രാ ഒരു 1/2 ഇഞ്ചോളം താഴ്വശത്തേക്കായിട്ട് ഫാബ്രിക് പീസ് വിട്ട് കൊടുക്കുക. ബാക്കി ചുറ്റിലും കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മുടെ ക്യാൻവാസിൻ്റെ മുകൾ വശത്തേക്ക് വരുന്ന രീതിയിൽ ആ ഒരു ഫാബ്രിക് പീസ് വരുന്ന രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ശേഷം നമുക്ക് നമ്മുടെ ക്യാൻവാസിൻ്റെ മുകൾ വശം കറക്റ്റ് ലെവലിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ശേഷം നമുക്കിതിൻ്റെ സെൻറ്റർ ഭാഗം കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഇനി നമ്മുടെ ബോഡി പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകൾ വശത്തായിട്ട് ഈ ഒരു ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിട്ടുള്ള ഫാബ്രിക്കിൻ്റെ സെൻറ്റർ ഭാഗവും ബോഡി പീസിൻ്റെ സെൻറ്റർ ഭാഗവും ഒക്കെ ഒപ്പത്തിനൊപ്പം വരുന്ന രീതിയിൽ ചുറ്റിലൊന്ന് പിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ബോഡി പീസിൻ്റെയും നെക്കിൻ്റെ ഫാബ്രിക് പീസിൻ്റെയും നല്ല വശങ്ങൾ അകത്തേക്ക് വരുന്ന രീതിയിൽ ഷോൾഡർ ഭാഗമൊക്കെ ഒപ്പത്തിനൊപ്പമാണ് നമ്മളിവിടെ വെച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ ക്യാൻവാസ് വെച്ച് അയൺ ചെയ്ത് ഒട്ടിച്ചെടുത്താൽ ക്യാൻവാസിൻ്റെ തൊട്ടരിവശത്തിലൂടെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാറ്. എന്നാൽ നമ്മളിവിടെ അയൺ ചെയ്തൊന്നും ഒട്ടിച്ചെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാൻവാസിൻ്റെ ഒരല്പം മുകൾ വശത്തിലൂടെ കയറിയിട്ട് വേണം ഇതുപോലെ നമ്മുടെ കറക്റ്റ് ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ക്യാൻവാസിൻ്റെ തൊട്ടും മീതെ കൂടെ നമ്മൾ ഒട്ടും തന്നെ സ്റ്റിച്ചിങ് അലവൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഭാഗത്തിലൂടെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും കേട്ടോ. കണ്ടില്ലേ, ഇവിടെ ഈ ഒരു രീതിയിലാണ് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ശേഷം ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഭാഗത്തിൻ്റെ അകം വശത്തേക്കായിട്ട് എക്സ്ട്രാ നിൽക്കുന്ന ഫാബ്രിക് പീസിനെ നമുക്കൊരു 1/4 ഇഞ്ചോളം സ്റ്റിച്ചിങ് അലവൻസ് ഇട്ട് ബാക്കി ഭാഗമെല്ലാം കട്ട് ചെയ്ത് കൊടുക്കണം. ശേഷം ഈ ഒരു ഭാഗങ്ങളിലെല്ലാം തന്നെ ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കണം. ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം. ശേഷം ഈ ഒരു ഫാബ്രിക് പീസിനെ നമ്മുടെ ബോഡി പീസിൻ്റെ ചീത്ത വശത്തേക്ക് വരുന്ന രീതിയിൽ കറക്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പുറം തിരിച്ച് വെച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ആ ഒരു ഭാഗങ്ങളെല്ലാം തന്നെ നന്നായി ഒന്ന് നഖം വെച്ച് പ്രസ് ചെയ്തെടുക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ ഏതൊരു ഷേപ്പിലുള്ള നെക്കാണെങ്കിലും ഈ ഒരു രീതിക്ക് തന്നെയാണ് ചെയ്തെടുക്കേണ്ടത്. നല്ല ഫിനിഷിങ്ങോട് കൂടി നമ്മുടെ നെക്ക് കിട്ടിയിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഇനി നമുക്ക് നമ്മുടെ നെക്കിൻ്റെ തൊട്ടരികവശത്തിലൂടെ ഒന്ന് ഒരു പ്രസ് സ്റ്റിച്ച് കൂടി കൊടുത്തെടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഒട്ടും തന്നെ ഗ്യാപ്പ് വിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എത്രത്തോളം നിങ്ങൾക്ക് നെക്കിൻ്റെ അരികുവശമായി ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും അത്രത്തോളം ചേർത്ത് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് ഫിനിഷിങ് കിട്ടത്തുള്ളൂ. നമ്മൾ ഒരുപാട് ഗ്യാപ്പൊക്കെ വിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ നമ്മുടെ നെക്കിൻ്റെ ചുറ്റിലും ഒരു പ്രസ് സ്റ്റിച്ച് കൂടി കൊടുത്തെടുത്തു. കണ്ടില്ല, നല്ല ഫിനിഷിങ്ങിൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഞാനിവിടെ മറ്റൊരു കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ സെയിം കളർ ത്രെഡ് തന്നെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഈ ഒരു നെക്കിന് ചുറ്റിലും എങ്ങനെയാണ് പൈപ്പിംഗ് ക്രോസ് പീസ് കൊണ്ട് വെച്ചെടുക്കുക എന്നുള്ളത് കൂടി ഒന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി നമുക്കിവിടെ 1.25 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് 1.25 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് എടുക്കുക. ശേഷം അതിനെ ഒന്ന് നടുമടക്കിയതിന് ശേഷം ആ ഒരു ഭാഗം നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ ക്രോസ് പീസിൻ്റെ നല്ല വശം പുറമേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് നടുമടക്കിയെടുക്കാൻ. എന്നിട്ട് ഇതുപോലെ ഒന്ന് അയൺ ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കുക. എന്നിട്ട് ഇരുവശങ്ങളിൽ നിന്നുള്ള ഫാബ്രിക് പീസിനെ
ആ ഒരു സെൻറ്റർ ഭാഗത്തേക്കായിട്ട് വരുന്ന രീതിക്ക് വെച്ചിട്ട് ആ ഒരു ഭാഗവും നന്നായി ഒന്ന് അയൺ ചെയ്തെടുക്കണം. എന്നിട്ട് അതിനെ വീണ്ടും ഒന്നുകൂടി നടുമടക്കി ആ ഒരു ഭാഗം കൂടി നമുക്ക് നന്നായി ഒന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ക്രൂസ് പീസിനെ നന്നായി തന്നെ ഒന്ന് അയൺ ചെയ്ത് എടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്കിത് ഈ ഒരു രീതിയിലാണ് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാണാൻ സാധിക്കുക. ശേഷം നമുക്ക് ഇതുപോലെ തന്നെ കറക്റ്റ് നമ്മുടെ നെക്കിൻ്റെ ഷേപ്പിൻ്റെ അകംവശത്തേക്കായിട്ട് വെച്ചെടുത്തതിന് ശേഷം ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യും. ഏറ്റവും എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു രീതിക്ക് നമ്മുടെ ആ ഒരു നെക്കിൻ്റെ അരികുവശത്തോട് ചേർത്ത് ജസ്റ്റ് ഈ ഒരു ക്രോസ് പീസ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടവർക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു രീതിക്കല്ല കേട്ടോ കാണിക്കുന്നത്. ഞാനിവിടെ കാണിക്കുന്നത് ഏതൊരു നെക്കിൻ്റെ ഷേപ്പിലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിപ്പോൾ അയൺ ചെയ്ത് തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്രോസ് പീസിൻ്റെ മുകൾ വശം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കണം. ശേഷം നമുക്ക് ഈ ഒരു ക്രോസ് പീസിനെ ഇതുപോലെ ഓപ്പൺ ചെയ്തെടുക്കുന്ന സമയത്ത് അവിടെ ഒരു 3 ലൈന് കിട്ടിയിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. ക്രോസ് പീസിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗവും ഇരുവശങ്ങളിലേക്കുമായിട്ടുള്ള ആ ഒരു ഭാഗത്തിൻ്റെ സെൻറ്റർ ഭാഗങ്ങളുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ക്രോസ് പീസിൻ്റെ ഒരു അരികുവശവും നെക്കിൻ്റെ അരികുവശവും ഇതുപോലെ ചേർത്ത് വെച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പാട് അവിടെ കാണാൻ പറ്റും കേട്ടോ. അതായത് ഒരു 1/4 ഇഞ്ചോളം സ്റ്റിച്ചിങ് അലവൻസ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചുറ്റിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയും കൂടി ചെയ്യണം. അപ്പോൾ ഇത് ഈ ഒരു രീതിക്ക് നമ്മൾ നമ്മുടെ ക്രോസ് പീസിൻ്റെയും നെക്കിൻ്റെയും അരികുവശങ്ങൾ ഒപ്പത്തോടൊപ്പം വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇവിടെ ഇപ്പോൾ നമ്മൾ ബോഡി പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകൾ വശത്താണ് ഈ ഒരു ക്രോസ് പീസ് വെച്ചെടുക്കേണ്ടത്. ആ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള നെക്കിന് ചുറ്റിലാണ് ഇതുപോലെ പൈപ്പിംഗ് വെച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി നല്ല വൃത്തിക്ക് നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ നോർമലായിട്ട് നമ്മുടെ ഫ്രോക്കിൻ്റെ ഒക്കെ നെക്കിനാണെന്നുണ്ടെങ്കിൽ ക്യാൻവാസ് ഒന്നും വെച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതേ രീതിക്ക് നെക്ക് ഫിനിഷിങ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ പൈപ്പിംഗ് വെച്ചെടുക്കാൻ. ആ ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടില്ലേ, ഇതുപോലെയാണ് ഇപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, എല്ലാ ഭാഗങ്ങളിലും ഒരേ അളവിൽ തന്നെയാണ് സ്റ്റിച്ചിങ് അലവൻസ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആ ഒരു അയൺ ചെയ്തെടുത്തതിൻ്റെ അടയാളം ഉണ്ടാവും കേട്ടോ അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. ശേഷം നമ്മുടെ ക്രോസ് പീസിൻ്റെ എക്സ്ട്രാ പീസ് ഫാബ്രിക്കിനെ കറക്റ്റ് ലെവലിൽ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ പിറകുവശത്തായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ അയൺ ചെയ്തെടുത്തത് കൊണ്ട് തന്നെ നല്ല എളുപ്പത്തിൽ ഇതൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് ചുറ്റിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ക്രോസ് പീസിൻ്റെ താഴ്വശത്തോട് ചേർന്നിട്ട് ഒരല്പം സ്റ്റിച്ചിങ് അലവൻസ് കൊടുത്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. എങ്കിൽ മാത്രമേ നമുക്ക് പിറകിലുള്ള ആ ഒരു പീസ് കൂടി ഇതിൽ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ കറക്റ്റ് ഷേപ്പിൽ ഇതുപോലെ ഒന്ന് ക്രോസ് പീസിനെ വെച്ചെടുത്തതിന് ശേഷം ചുറ്റിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മളിവിടെ നമ്മുടെ ക്രോസ് പീസ് വെച്ചിട്ട് പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ ഭാഗങ്ങളിലും ഒരേ രീതിയിൽ തന്നെ പൈപ്പിംഗ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കാൻ സാധിക്കും. നല്ല ഭംഗി തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് മാത്രമല്ല കേട്ടോ, നമുക്ക് നോർമൽ നെക്കിൻ്റെ ആ ഒരു ഭാഗത്തും ഇതേ രീതിക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഫിനിഷിങ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ലേ, ഒരല്പം പോലും വീതിയിൽ ഏറ്റക്കുറച്ചിലോ മറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഞാനിവിടെ കാണിച്ചിട്ടുള്ള എല്ലാ നെക്കും ഒരുവിധ ആളുകളൊക്കെ അറിയുന്ന കാര്യം തന്നെയായിരിക്കും. എന്നാലും ഇതിൽ ഏതെങ്കിലും അറിയാത്തതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ളതായിട്ടോ ഉള്ള കാര്യങ്ങളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഏതാണ് എന്നുള്ളത് കൂടി താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കേണ്ട. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.